അപ്ഡേറ്റ്സ് കോണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് അപ്ഡേറ്റ്സ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് സിനിമകളുടെ റിലീസിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള പ്രൊജക്ട് ലാലേട്ടന്റെ ദൃശ്യം 3 സിനിമയുടെ റിലീസ് ഡേറ്റ് ജിത്തു ജോസഫിനെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 2 സിനിമ വരുന്നത്. അതായത് നമുക്ക് പറയുകയാണെങ്കിൽ വിഷു റിലീസ് തന്നെയാണെന്ന് പറയാം. ഒരു വീക്ക് മുന്നേക്ക് ആയിട്ട് അദ്ദേഹം ഒരു പ്രോഗ്രാമിന് പോയിട്ട്. അതെ അതെ അതെ. അതുപോലെ തന്നെ അടുത്ത ചത്താപ്പച്ച നമുക്ക് ഇങ്ങനെ ജനുവരി റിലീസ് ആണെന്നുള്ള കാര്യം മാത്രം അറിയണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കൺഫേം ആയി ജനുവരി 2. ആ ഒഫീഷ്യൽ പോസ്റ്ററിൽ ഇൻ സിനിമാസ് എന്ന് പറയുന്നതിൽ എം മാത്രം ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ടായിരുന്നു. ആ എം എന്തിന്റെ എം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് കാത്തിക്കുന്നത്. അടുത്ത മോളിവുഡ് ടൈംസ് ഇതേപോലെ തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസകരമായ ഒരു റെട്രോ സ്റ്റൈലിലുള്ള ഒരു കാസറ്റിന്റെ ചട്ടമാതിരി വെച്ചിട്ട് നസ്ലൻ ഒരു വീഡിയോ ക്യാമറ കൈ വെച്ചിട്ടുണ്ട്. നസ്ലന്റെ ഒരു ലുക്കിനെ പറ്റി കുറ്റം പറഞ്ഞിരുന്ന ഈ സിനിമത്തെ ലുക്കാണ്. അതെ, അഭിനവ് ആദ്യ സിനിമ ചെയ്തേക്കുമ്പോ എല്ലാരും പുള്ളിനെ സിനിമയിൽ ഉള്ളവരുൾപ്പെടെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സിനിമയിൽ ഉള്ളവരെ പറ്റിയിട്ടാണ് പുള്ളി പറയാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് മെയ് 15 കാണാൻ പുള്ളി വെച്ചിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ വാഴ 2 സിനിമയുടെ ഒരു ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഭയങ്കര ഫണ്ണാണ് കാണുമ്പോ തന്നെ. നമ്മുടെ ഫുൾ ഹാഷർ ടീമിന് അതുപോലെ തന്നെ നമ്മുടെ വേറെ യൂട്യൂബർ ഉണ്ടായിരുന്നു, പുള്ളിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരുടെ കോസ്റ്റ്യൂം വൈസ് അത് വേനലവധി 2026 കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വെക്കേഷന് ഏത് മാസമാണ് വരാന്ന് പറയാൻ പറ്റില്ല. മിക്കവാറും ഏപ്രിലായിരിക്കണം. അതെ അതെ അതെ. ഓക്കെ, അടുത്ത നമുക്ക് ഇനി പ്രോപ്പർ അപ്ഡേറ്റ് കിടക്കാം. തലൈവർ 173 നമ്മൾ തന്നെ മുമ്പ് അപ്ഡേറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാ എന്താന്നുള്ളതൊക്കെ. പക്ഷെ ഫൈനലി അതായത് ഒരാഴ്ച ഗ്യാപ്പിന്റെ ഇടയ്ക്ക് സിനിമയുടെ ഡയറക്ടറെ അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ രാംകുമാർ ബാലകൃഷ്ണനായിരുന്നു, പാർക്കിങ്ങിന്റെ സംവിധായകൻ. ഇപ്പൊ വരുന്നത് സിബി ചക്രവർത്തിയാണ്, ഡോൺ ഡയറക്ടർ. ഷോക്കിംഗ് ആണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല്. പെട്ടെന്ന് വന്നൊരു ചേഞ്ച് ആയിരുന്നു. പക്ഷെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആർക്കാണോ പൊങ്കലിന്, അതായത് ഈ വർഷം പൊങ്കലാവാനെ ആ ഒരു വർഷത്തിനുള്ളിൽ ആർക്കാണോ സിനിമ ചെയ്യാൻ പറ്റുക ആ ഒരു ആൾക്കാണ് സിനിമ ഏൽപ്പിച്ചിട്ടുള്ളത്. സ്ക്രിപ്റ്റ് വർക്കും ഇതിപ്പോ നടനും പ്രൊഡക്ഷൻ കമ്പനിയും വന്നിട്ട് സംവിധായകനെ കിട്ടാത്ത അവസ്ഥ വന്ന്. കാരണം നമ്മുടെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ അശ്വത് മാരിമുത്ത് ഡ്രാഗന്റെ ഡയറക്ടർ, RJ ബാലാജി, അതുപോലെ നിതിൻ സ്വാമൻ, നമ്മുടെ മഹാരാജ, ഇവരെല്ലാരും പോയി കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈനലി ഇവിടെ സെലക്ട് ചെയ്തത് സിബിനെയാണ്. എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഡയറക്ടർ ചെന്നിട്ട് പെട്ടെന്ന് ഒരു സിനിമ ചെയ്തിട്ട് അത് അയാൾക്ക് മോശമായിട്ട് വരുന്നേക്കാളും നല്ലത്. കാരണം സിബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശിവകാർത്തികിന്റെ പ്രൊജക്ട് ഒന്ന് ഓണാക്കാൻ വേണ്ടി പുള്ളി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോ നേരടിക്ക് ഒരു രജനീകാന്ത് പ്രൊജക്ടിലേക്ക് പുള്ളി വരിക പറയുമ്പോൾ അയാളുടെ ഗ്രാഫും മാറും, പിന്നെ സാലറിയും കുറവായിരിക്കും, പ്രൊഡക്ഷന് പെട്ടെന്ന് സിനിമ തീർക്കാനും പറ്റും. എന്തെങ്കിലും പ്രോപ്പർ ഫിലിം ആയിരിക്കട്ടെ. അടുത്തത് രഞ്ജിത്തിന്റെ സിനിമ, നമ്മുടെ ഡയറക്ടർ രഞ്ജിത്തിന്റെ സിനിമ ഇപ്പൊ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുൾസ്വിംഗായിട്ട്. ആരാണ് അതില് ലീഡായിട്ട് അഭിനയിക്കണമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. നോക്കുമ്പോ പ്രകാശ് വർമ്മയാണ് ലീഡ് റോളിൽ അഭിനയിക്കുന്നത്. പുള്ളിയുടെ പെർഫോമൻസിന്റെ കാര്യത്തിൽ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതല്ല നമ്മുടെ അപ്ഡേറ്റ് മെയിൻ ആയിട്ടുള്ളത്. മമ്മൂക്ക സിനിമയുടെ സെറ്റിൽ ചെന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊരു സ്റ്റില്ല് ലീക്ക് ആയിട്ടുണ്ട്. നമുക്കൊരു ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് കാതിലൊരു കടുക്കനൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഒരു സ്റ്റില്ല്, ബാക്കിൽ രഞ്ജിത്തൊക്കെ നിൽക്കുന്നത്. പുള്ളി ഒരു ക്യാമിയോ അഭിനയിക്കുന്നുണ്ട് എന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ്. ക്യാമിയോസ് ഒരുപാട് ചെയ്യണം ഇതില്. പണ്ടത്തെ ആ കൾപ്പിലും ബ്ലാക്കിലത്തെ ആ ക്യാരക്ടർ ആയിട്ടാണ് ഇതിൽ അഭിനയിക്കണെന്ന് കേൾക്കുന്നത്. അത് എന്താണെന്ന് അറിയില്ല നമുക്ക് അതിനെ പറ്റിയിട്ട്. അതിന് നമ്മൾ വരട്ടെ. അടുത്തത് പേട്രിയറ്റിന്റെ സിനിമയുടെ പാക്കപ്പ് ആയിരിക്കാണ്. സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് അവർ കടക്കാൻ പോവാണ്. കാരണം ഇപ്പൊ പ്രോപ്പറായിട്ട് റിലീസ് ഡേറ്റ് വന്നു. അത് കാരണം കൊണ്ട് അതാ കറക്റ്റ് അതിന് തന്നെ ഇറക്കാനുള്ള ശ്രമത്തിലായിരിക്കും ഇനി. കാരണം മമ്മൂട്ടി മോഹൻലാൽ രണ്ടുപേരും കൂടി അഭിനയിക്കുന്ന, ഒരുപാട് ഇടവേളയ്ക്ക് ചേർത്ത് അഭിനയിക്കുന്ന സിനിമയാണ്. അപ്പൊ ആ സിനിമ പാക്കപ്പ് ആയിരിക്കാനുള്ള അപ്ഡേറ്റ്. അതെ, അടുത്ത നമ്മുടെ ബദ്ലേം കുടുംബ യൂണിറ്റ്. അത് ഓൾറെഡി നിവിൻ പോളിയുടെ ഒരു സിനിമ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഇടയ്ക്ക് പുള്ളി അതുപോലെ തന്നെ ഗിരീഷ് ഷേഡി വലിയൊരു സിനിമയുടെ സംവിധായകനാണ്. അപ്പൊ അവര് എന്താ പറയുക, എനിക്ക് പറയുമ്പോ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ കോമഡി പടം തന്നെയാണ്. അപ്പൊ സിനിമയുടെ ഷൂട്ട് നടക്കില്ലേ, പടം ഡ്രോപ്പ് ആയതിന്റെ ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിവിൻ തന്നെ വന്നിട്ട് പടം ഡ്രോപ്പ് ആയിട്ടുള്ള കാര്യം പറഞ്ഞത്. അപ്പൊ പടത്തിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ ചെറിയൊരു കാസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിവിൻ പോളി, മമിത ബൈജു, സുരേഷ് കൃഷ്ണ, അതുപോലെ തന്നെ നമ്മുടെ സംഗീത്, ശ്രന്ത, ഇവരൊക്കെയാണ് മെയിൻ കാസ്റ്റിൽ. ശ്യാമോഹൻ. അപ്പൊ ഫുള്ളൊരു പ്രൈമറി അതെ, അപ്പൊ ഫുള്ളൊരു പ്രൈമറി ടീം തന്നെ ഉണ്ട്. അപ്പൊ എന്തായാലും പ്രൈമറി പോലെ തന്നെ ഭയങ്കര ഉള്ളൊരു സിനിമ തന്നെ ആയിരിക്കട്ടെ.
അപ്പൊ എന്തായാലും നല്ലതാ. അതെ, ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോൺ പോൾ ജോർജിന്റെ സിനിമ. പുള്ളിയുടെ ആശാൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയറിന്റെ വിഷ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റർ, ഇന്ദ്രൻസ് നിൽക്കുന്ന ഒരു പോസ്റ്ററാണ് ഗപ്പി സിനിമാസിന്റെ ബാനറിൽ ജോൺ പോൾ ജോർജ് ഡയറക്ട് ചെയ്യുന്ന സിനിമ. അപ്പൊ പുള്ളി തന്നെയാണ് ഇപ്രാവശ്യം മ്യൂസിക് ഡയറക്ടർ ആയിട്ടും വന്നിട്ടുള്ളത്. അപ്പൊ എന്താ പറയാ, ഗപ്പി നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സിനിമയാണ്. ആ സിനിമ തിയേറ്ററിൽ സക്സസ് ആവാതെ പോവുകയും പിന്നീട് നമ്മൾ രോമാഞ്ചം സിനിമ വരുന്നതിന് മുന്നേ ജോൺ പോൾ ജോർജ് ഒരു എഴുത്തിട്ടതിന്റെ ഭാഗമായിട്ട് നമ്മൾ സിനിമക്ക് പോയി. അപ്പൊ പുള്ളിയുടെ അടുത്ത സിനിമ വരികയാണ്, എന്തായാലും നന്നാവട്ടെ സിനിമ.